ഹലോ നമസ്കാരം, മനക്കോട്ടയിൽ നിന്ന് അർപ്പിതരവിന്ദാണ്. പാവപ്പെട്ടവരുടെ ആഫ്റ്റർ എഫക്ട്സ്, അങ്ങനെയാണ് എഡി മേക്കർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, അതായത് ഹിറ്റ്പോ എഡി മേക്കർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അറിയപ്പെടുക. സാധാരണ കേസിലേ ഇപ്പോൾ പ്രീമിയർ പ്രോ തന്നെ നോർമൽ, അതായത് എഡിറ്റിംഗ് ഒന്നും വലിയ വശമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ നല്ല പ്രയാസമല്ലേ. പിന്നെ ആഫ്റ്റർ എഫക്ട്സിൻ്റെ കാര്യം പറയേ വേണ്ടല്ലോ, അതിനകത്ത് എഫക്റ്റൊന്നും നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു സിമ്പിളായിട്ടൊരു സോഫ്റ്റ്വെയർ എന്നാൽ അത്യാവശ്യം നന്നായിട്ട് എഡിറ്റ് ചെയ്യാം. മെയിനായിട്ട് ഇത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആട്ടോ, ഞാൻ തുടക്കമൊന്നും ബിൽഡപ്പ് കൊടുത്തുന്നുള്ളൂ. മെയിനായിട്ട് ഇതൊരു നല്ലൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. പ്ലസ് ഈ ആഫ്റ്റർ എഫക്ട്സിലെ എഫക്റ്റുകളൊക്കെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് വെച്ചാൽ വലിയ വലിയ എഫക്റ്റുകളല്ല, നമുക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാത്തിനും അവസാനം ഔട്ട് എടുക്കുമ്പോൾ ഇതിൽ ഏതാണ് ചെയ്തത് നമുക്കൊന്നും മനസ്സിലാകാൻ പോകില്ല. ഇതിപ്പോൾ അവിഡിൽ ചെയ്താലും ശരി, പ്രീമിയർ പ്രോയിൽ ചെയ്താലും ശരി, പിന്നെ ഡാവിഞ്ചി റിസോൾവ് ഏതിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് കാണുമ്പോൾ ഏതിൽ ചെയ്തതെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാനും അത്യാവശ്യം എഫക്റ്റുകളൊക്കെ ചെയ്യാനും പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകും. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് AI ഫീച്ചേഴ്സ് പുതിയത് വന്നിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. പിന്നെ നമുക്ക് അങ്ങനെ പ്രീമിയർ പ്രോയെ മറ്റ് വലിയ വലിയ സോഫ്റ്റ്വെയർസൊക്കെ മേടിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ അത്യാവശ്യം നല്ല പൈസ ഉണ്ടല്ലേ. ആ കുറച്ച് പൈസ കുറവുള്ള ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ യൂട്യൂബേഴ്സൊക്കെ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് അതൊന്നും ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. സിമ്പിളാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു സോഫ്റ്റ്വെയർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാം അല്ലേ. ഓക്കെ, നോക്കാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹിറ്റ്പോ എഡി മേക്കർ. അപ്പോൾ ഇവിടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ താഴെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നോക്കി നോക്കുക. സ്പീച്ച് ടു ടെക്സ്റ്റ് AI ഫീച്ചറാണ്. സബ് ടൈറ്റിലൊക്കെ കിഡിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പെട്ടെന്ന് അതൊക്കെ ഒന്ന് ഓടിച്ച് കാണിക്കാം കേട്ടോ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ കാണിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു നമുക്ക് ആ സോഫ്റ്റ്വെയറിലേക്ക് കയറി നോക്കാം അല്ലേ. ഇതാണ് നമ്മുടെ ഹിറ്റ്പോ എഡി മേക്കർ. ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ക്രിയേറ്റ് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നേരിട്ട് ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് കയറി പൊക്കോളും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള AI ഫീച്ചേഴ്സൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്തും ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, ടെക്സ്റ്റ് ടു സ്പീച്ച്, AI വീഡിയോ ജനറേറ്റർ, അതൊക്കെ രസമായിട്ടുള്ള പരിപാടിയാണ്. ഈ സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് വീഡിയോ നമുക്ക് നേരെ അതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് കയറാം. കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഞാനിത് ആഫ്റ്റർവേഡ്സ് ആയിട്ട് കണക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എഫക്റ്റുകൾ കണ്ടില്ലേ, കണ്ടോ, കുറേ എഫക്റ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എഫക്റ്റൊക്കെ നമുക്ക് ആഫ്റ്റർവേഡ്സിൽ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ കുറച്ച് പ്രീസെറ്റുകൾ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇത് കാണിക്കാനുള്ള കാരണം ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ വീഡിയോയിലേക്കൊക്കെ വലിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ ആഫ്റ്റർവേഡ്സിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് ഈസി ആയിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും സാമ്പിൾ വീഡിയോസ് വെച്ചിട്ട് കാണിച്ചാൽ അതായിരിക്കും നല്ലത്. ഇവിടെ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വീഡിയോസ് പുറമേ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് പിക്സാബിൽ അൺസ്പ്ലാഷ് എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. അതായത് പിക്സാബിലൊക്കെ ഉള്ള വീഡിയോസ് സാമ്പിൾ നിങ്ങൾക്ക് നോക്കാനായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കാറ്റഗറി വെച്ചാൽ അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. നേരിട്ട് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മൈ മീഡിയയിൽ വന്നിട്ട് ഇവിടെ ഇമ്പോർട്ട് ഫയൽസിൽ എന്തെങ്കിലും വീഡിയോസ്, അപ്പോൾ ഞാനിതിൻ്റെ AI ഫീച്ചർ ഫസ്റ്റ് കാണിച്ചു തരാം. ഒരു AI ഫീച്ചർ ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് എഡിറ്റിംഗിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരെ നമ്മുടെ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടാണ്. ഇവിടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. Them rickety vans, them buses, them charter buses, when the train ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ AI ഫീച്ചറായിട്ടുള്ള നോക്കിയേ, സ്പീച്ച് ടു ടെക്സ്റ്റ്, അതായത് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർക്കാം കേട്ടോ. മലയാളം ഇല്ല, നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദി പിന്നെ അങ്ങനെ മറ്റ് ഭാഷകളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഞാനിവിടെ സ്പീച്ച് ടു ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കണ്ടത് എത്ര പെട്ടെന്ന് സബ് ടൈറ്റിൽ ക്രിയേറ്റ് ആയി നോക്കി. them rickety vans, them buses, them charter buses, when the train stations here in downtown been already fixed. If it was the same problem, why is it taking longer to fix in our neighborhoods? കാരണം ഈസി ആയിട്ട് സബ് ടൈറ്റിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു AI ഫീച്ചർ, അത് കിട്ടുന്ന ഫീച്ചറാണ്, നമുക്ക് ആവശ്യമാണ്. ഇംഗ്ലീഷിലൊക്കെ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് ആവശ്യമാണ് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ സബ് ടൈറ്റിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു വെറുതെ. ഇപ്പോൾ ഈ ഒരു സബ് ടൈറ്റിൽസ് മാത്രമല്ലേ, ഈ സബ് ടൈറ്റിൽസ് അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള എന്തെങ്കിലും അത് തന്നെ ഇങ്ങോട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചോ. അതായത് ഇതിൽ തന്നെ നമുക്ക് പല സൗണ്ടുകളുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടെക്സ്റ്റ് സ്പീച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ കണ്ടില്ലേ, അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ടെക്സ്റ്റുകൾ, അതായത് സബ് ടൈറ്റിൽസ് അത് പറയണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു സൗണ്ടാണ് വേണ്ടതെന്ന് വിചാരിച്ചോ. ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് കൺവേർട്ടിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ടുള്ള സബ് ടൈറ്റിൽ മാത്രമായിട്ട് them rickety vans, them buses,
them charter buses. കണ്ടില്ല, അങ്ങനെ നമ്മൾ എന്തെങ്കിലും പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ സൗണ്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ആ രണ്ട് AI ഫീച്ചേഴ്സ് ഞാൻ ജസ്റ്റ് ആദ്യം കാണിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ നോർമൽ വീഡിയോയിലേക്ക് തന്നെ വരാം. അതായത് നമുക്കെല്ലാവർക്കും അറിയാം നല്ലൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണിത്. സിമ്പിളായിട്ടുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ ഞാൻ ഇമ്പോർട്ട് ഫയൽസ് വഴി നമുക്ക് വേണ്ട കുറച്ച് ഫയൽസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് ഞാൻ നേരെ ഡ്രാഗ് ചെയ്ത് താഴേക്ക് ഇടുന്നു. ഓൾറെഡി അതിന് സൗണ്ട് ഉണ്ടല്ലേ, ആ സൗണ്ട് എപ്പോഴും ലിങ്ക്ഡ് ആണ്. ഇപ്പോൾ സൗണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ, ഇവിടെ മ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഈ ഓഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ആ ഡിറ്റാച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട സൗണ്ട് വേറെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിലെ കട്ട് ചെയ്യാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇതിൽ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ വീഡിയോസിനെ കട്ട് ചെയ്ത് മാറ്റാൻ എന്നുള്ളതാണ്. അതൊരു ഗംഭീര ഷോർട്ട് കട്ടാണ്. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇവിടെ തന്നെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. കളഞ്ഞു. ഞാനിത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ എടുത്തിട്ട് ഇതിലേക്ക് ബാക്കിയായിട്ട് ഡ്രാഗ് ചെയ്തിരുന്നു. പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ രീതിയിലുള്ളൊരു കട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ ഞാൻ പെട്ടെന്ന് ഓടിച്ച് കാണിക്കാൻ കുറച്ചുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇതിനെന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളുണ്ട്. ഓക്കെ, ഇതൊക്കെ ഈ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഫ്രീ ആയിട്ടുള്ള അടിപൊളി മ്യൂസിക്കുകൾ കിട്ടും. ഞാൻ ഇപ്പോൾ തൽക്കാലം തപ്പി ഇങ്ങനത്തെ ഒരു മ്യൂസിക് ആ ഒരു മ്യൂസിക് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ നേരെ താഴേക്ക് ഇങ്ങനെ ഇടണു. കുറച്ച് അവിടെ വെച്ചിട്ട് ഇതാ ഈ ഒരു വീഡിയോ ഞാൻ ഇത് ഇങ്ങനെ കട്ട് ചെയ്തു. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആ ബീറ്റിനനുസരിച്ച് അല്ലേ, കണ്ടേ, സിമ്പിളായിട്ടുള്ളൊരു കട്ട് കിട്ടി. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം. അറിയാമല്ലോ, നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ സബ്സ്ക്രൈബ് ബട്ടണോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബട്ടൺസോ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനൽ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. മോർ വീഡിയോസിന് പകരം എന്തെങ്കിലും മനക്കോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ കണ്ടോ, ആ രീതിയിൽ അവിടെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം, എഫക്റ്റുകൾ ആഡ് ചെയ്യാം. അതാ പറഞ്ഞത് എന്ത് എളുപ്പം നോക്കിയത് നിങ്ങൾ. സ്റ്റിക്കേഴ്സ്, ഇവിടെ മുകളിൽ സ്റ്റിക്കേഴ്സൊക്കെ അങ്ങനെ ഓരോന്നിടത്ത് കാണിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ട്രാൻസിഷൻസൊക്കെ നല്ല വെറൈറ്റി ട്രാൻസിഷൻസ് ഉണ്ട്. ഇതാ ഇങ്ങനത്തെ സൂമിൻ ട്രാൻസിഷൻസ്, ഇങ്ങനത്തെ ബ്ലറി ട്രാൻസിഷൻസ് ഒക്കെ എൻ്റെ ഫേവററ്റ് സംഭവങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ അത് മാച്ച് അല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ മാച്ച് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ മെയിനായിട്ട് ഞാനിത് എടുത്ത് തന്നെ ഈ എഫക്റ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, കുറേ എഫക്ട്സ് ഇതിനകത്ത് ഓൾറെഡി ഡിഫോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ആണ് വിചാരിച്ചു. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫ്രെയിം ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രെയിം അവിടെ ഫ്രീസായി. അപ്പോൾ അത്ര ഏരിയ അവിടെ സ്റ്റില്ലായിട്ട് വെക്കുക അല്ല. ഈ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു എഫക്റ്റ് എടുത്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടു. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത പോലത്തെ ഒരു സാധനം ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് മാത്രം ഇവിടെ എഫക്ട്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടാം. അതിനെന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ കണ്ടാ നോക്കി. ഇതൊക്കെ നോർമലി ഇതാ ഞാൻ പറഞ്ഞത് സാധാരണക്കാരുടെ ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എഫക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഏരിയ മാത്രമായിട്ട് പെട്ടെന്ന് പോസ് ചെയ്തിട്ട് ഇങ്ങനെ വരണം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഗ്ലിച്ചസ് ഒക്കെയാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ ഒരു ബ്ലർ ഇതെടുത്ത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ അവിടെ മാത്രമായിട്ട് ഒട്ടും മാച്ചല്ല കേട്ടോ. ഞാൻ വെറുതെ കാണിച്ചു എന്നുള്ളൂ, ഞാനത് കളയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരുപാട് എഫക്റ്റുകളുണ്ട്. ഓരോന്ന് വെറുതെ ഡ്രാഗ് ചെയ്തിട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫീൽ മനസ്സിലാവും. കണ്ടോ, ഒപ്പാസിറ്റി ഇത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആൽഫ ഇവിടെ എഫക്റ്റിൽ വന്ന് കുറയ്ക്കാം. അപ്പോൾ ചെറുതായിട്ട് അത് എഫക്റ്റ് ചെയ്യുള്ളൂ. അത് വേണ്ടെങ്കിൽ ഇവിടെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, ഒരുപാടുണ്ട്. ഞാൻ ഓരോന്നെടുത്ത് കാണിക്കാത്തതാണ്. നമുക്ക് ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഫിൽറ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടു ഒരുപാട് ഫിൽറ്റേഴ്സ്, അതായത് നമ്മുടെ ലൈറ്റ്സൊക്കെ കൊടുത്ത പോലെ തന്നെ. ഇപ്പോൾ ഈ ഒരു വീഡിയോ നോർമൽ ഇതിപ്പോൾ അധികം കളർ ഗ്രേഡിംഗ് ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ. ഇവിടെ തന്നെ ഇപ്പോൾ മൂവി സ്റ്റൈലിൽ ഇവിടെ മൂവി സ്റ്റൈലിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ മൂഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കിട്ടില്ലൻ അല്ലേ. നമുക്കിപ്പോൾ തൽക്കാലം വേണ്ട ആ ഒരു ടോണിലേക്ക് തന്നെ അത് മാറിയിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ബ്ലൂടൂത്തും അത് മാറ്റിയിട്ട് ഞാനിതാ വേറെ നിട്ടോട്ടെ. ഈ ഒരു എലഗൻ്റ് ഓറഞ്ച് കണ്ടാ, നോക്കി ഈ ടോണൊക്കെ നോക്കി നിങ്ങൾ, ഒരു ഗംഭീര ടോണാണ് ഇതൊക്കെ. കണ്ടില്ലേ, അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിക്കോളൂ കേട്ടോ. അത്ര സ്ട്രെങ്ത്ത് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ തന്നെ കുറയ്ക്കാം. അങ്ങനെ ഈ പറഞ്ഞ പോലെ എത്ര വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്ത് ഔട്ട് എടുക്കാം. അത് ഇവിടെ തന്നെ ജസ്റ്റ് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ കണ്ടില്ലേ ഏത് ഇതിൽ നമുക്ക് യൂട്യൂബിലാണോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ടിക്ടോക്ക് ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഇവിടെ ഡിഫോൾട്ട് അവർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ല, അതിൽ നമുക്കിപ്പോൾ HD വേണോ 4K വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ചെയ്തിട്ടുള്ള 4K ആണെന്നുണ്ടെങ്കിൽ 4K തന്നെ ഈസി ആയിട്ട് ഔട്ട് എടുക്കാം. ജസ്റ്റ് എക്സ്പോർട്ട്
എക്സ്പോർട്ട് കൊടുത്താൽ തന്നെ ഈസി ആയിട്ട് കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കുക, പർച്ചേസ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കാം. പക്ഷേ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും വാട്ടർമാർക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ മാത്രമേ വാട്ടർമാർക്ക് ഇല്ലാത്ത രീതിയിൽ ഈ സംഭവം കിട്ടിയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അതാണ് നമ്മൾ ഹിറ്റ്പോ എഡിമേക്കറിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ക്രിയേറ്റ് വീഡിയോ, ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് അത് സിമ്പിളാണ്. പിന്നെ ഇവിടെ തന്നെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വിൻഡോയിലേക്ക് തിരിച്ചു വരും. ഇവിടെ AI വീഡിയോ ജനറേറ്റർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടൊരു കാര്യം കേട്ടോ. അതായത് നമുക്ക് ജസ്റ്റ് എന്താണ് വേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് തരും. ഫുൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ എന്തെങ്കിലും പരസ്യം ചെയ്യണമെന്ന് വിചാരിച്ചോ, ഇപ്പോൾ നമുക്ക് നോർമൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അതായത് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് മാത്രം ടൈപ്പ് ചെയ്യുക, ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഇപ്പുറത്ത് കിട്ടിക്കോളും. ആ സെറ്റപ്പാണ് കേട്ടോ. ഇപ്പോൾ എനിക്കൊരു ഒരു ആഡ്, ഞാൻ കുറച്ച് വാച്ചിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ആഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വീഡിയോ ആഡ്. അപ്പോൾ എനിക്ക് വേണ്ടത് എന്താ, വാച്ചിൻ്റെ ആഡാണ്. വാച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തു. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, അപ്പോൾ ആ വാച്ച് സെല്ല് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ് അത് മാത്രം. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഗുഡ് ലുക്കിംഗ്, ലാർജ്, അതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 3 years വാറണ്ടി, വാട്ടർ പ്രൂഫ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ആ വേർഡ്സ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്, അതായത് ക്യാഷ്വലായിട്ടുള്ള രീതിയിൽ മതിയോ, പ്രൊഫഷണലായിട്ട് വേണോ, കുറച്ച് തമാശയായിട്ടുള്ള രീതിയിലാണോ അത് അവതരിപ്പിക്കേണ്ടത്, ഇൻഫോർമേറ്റീവ് ആണോ. ഇപ്പോൾ നമുക്കൊരു ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു, അപ്പോൾ അതിൻ്റെ നാരേഷൻ അവിടെ ജസ്റ്റ് സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ക്രിപ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഇപ്പം ഞാൻ ഈ ക്യാഷ്വൽ മാറ്റിയിട്ട് തൽക്കാലം എന്ത് ചെയ്യുകയാണ്, പ്രൊഫഷണൽ എന്ന രീതിയിൽ കൊടുക്കുകയാണ് കേട്ടോ. പ്രൊഫഷണൽ കൊടുത്തു, അല്ലെങ്കിൽ ക്രിയേറ്റീവ് കൊടുക്കട്ടെ, ക്രിയേറ്റീവിൽ കൊടുത്തു. എന്നിട്ട് ജനറേറ്റ് സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആ വാച്ചിൻ്റെ പരസ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, കണ്ടോ, യുവർ പെർഫെക്റ്റ് മാച്ച്, ഇൻട്രൊഡ്യൂസിങ് ദി വാച്ച് വിത്ത് അൺബീറ്റബിൾ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു ഗംഭീര രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണു, ഞാനിവിടെ ജസ്റ്റ് നെക്സ്റ്റ് അടിക്കണം. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ കണ്ട അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഓരോരോ ഷോർട്ടായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷോർട്ടിലൊക്കെ നമുക്ക് വീഡിയോസ് എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഫോട്ടോസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നേരെ ഇവിടെ ഡെസ്ക്ടോപ്പിൽ കുറച്ച് വീഡിയോസ് കുറച്ച് വാച്ചിൻ്റെ വീഡിയോസ് ഫോട്ടോസും, ആദ്യം ഒരു വാച്ച്, പിന്നെ കുറച്ച് ഇമേജ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ 2 പിക്ചർ ഇവിടെ കാണിച്ചു കൊടുത്തു. വീണ്ടും അടുത്ത് എന്തെങ്കിലും വാച്ചിൻ്റെ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാച്ചിൻ്റെ പിക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സിമ്പിളായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ കൊടുത്ത ശേഷം ഞാനിവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ പിന്നെ ഇവിടെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു ടെംപ്ലേറ്റ്, ഇവിടെ കുറച്ച് ടെംപ്ലേറ്റുകളുണ്ട്. അപ്പോൾ ഒരു വാച്ചിൻ്റെ അഡ്വർടൈസ്മെൻ്റ് അല്ലേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷൂവിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ നേരിട്ട് അത് എക്സ്പോർട്ട് ആവുകയും ചെയ്യും. അപ്പോൾ എക്സ്പോർട്ട് കൊടുക്കാതെ അഡ്വാൻസ്ഡ് അടിച്ച്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മ്യൂസിക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇനിയാണ് അതിനകത്ത് കുറച്ച് എഡിറ്റിങ്ങുകൾ നമ്മളൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭംഗിയാവുള്ളൂ കേട്ടോ. ഇത് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ അഡ്വാൻസ് എഡിറ്റിങ്ങിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് സൂമിങ്ങും നല്ല എളുപ്പമായിട്ട് ഇത് ഇങ്ങനെ ആക്കിയാൽ മതിയേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ ഒരു ഷൂ ഞാൻ ഡിലീറ്റ് ചെയ്ത് അവിടെ ഇപ്പോൾ തൽക്കാലം ഒരു വാച്ചിൻ്റെ വീഡിയോയോ അല്ലെങ്കിൽ ഒരു വാച്ചിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ഒരു വാച്ചിൻ്റെ ഫോട്ടോ എന്തെങ്കിലും കൊടുക്കണോ, ഒന്നൊന്ന് ഇവിടെ നമുക്ക് പേരുകൾ മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നേരത്തെ കൊടുത്തിട്ടുള്ള ടെംപ്ലേറ്റ് അല്ല ഇത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് ഏതാ ഇപ്പുറത്തുള്ള കണ്ടില്ല, ഇവിടെ നമുക്ക് ആ ഓരോ പിക്ചറിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ഇപ്പോൾ ഈ വാച്ചിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ പറയുന്നതൊക്കെ ജസ്റ്റ് ഒരാൾ സംസാരിക്കുന്ന പോലെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യണു, ടെക്സ്റ്റ് സ്പീച്ച് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഏത് സൗണ്ടാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കണം. കണ്ടോ, എന്നിട്ട് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ല, ഇപ്പോൾ ആ സ്ക്രിപ്റ്റിലുള്ളത് അയാൾ വായിച്ചും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തോ ഓഡിയോ കിടക്കേണ്ടത് തോന്നുന്നു, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അഡീഷണൽ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് ബാക്കിയുള്ളതൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മ്യൂസിക്കും കൂടെ ആഡ് ചെയ്ത് ഇതിനകത്ത് ഈ സൗണ്ട് ഇപ്പോൾ അടുത്ത സൗണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്യണു, സ്പീച്ച് കൊടുക്കണു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലാവുണ്ടോ? അപ്പോൾ കുറച്ചൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഫീച്ചേഴ്സും കൂടെ ചെയ്തോളും. അങ്ങനെ നമുക്ക് ഒരു സിമ്പിളായിട്ടൊരു ആഡ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഫീച്ചറല്ലേ? യെസ്. അപ്പോൾ ഇതാണ് ഹിറ്റ്പോ എഡിമേക്കർ. എന്ത് തോന്നുന്നു നിങ്ങളുടെ ഇതിപ്പോൾ ആഫ്റ്റർവേഡ്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു ഇത് വലിയ ആഫ്റ്റർവേഡ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ളതല്ല. ചെറിയ ആൾക്കാർക്ക്, അതായത് എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു വരുന്നവർക്ക് ഇത് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് അല്ലേ? പ്രീമിയറൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെയാണോ അത്? അല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുന്നില്ല പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ വീഴാൻ പോയി നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. കൂടെ നിന്നാ മറ്റേ ബാബു നമ്പൂതിരി പോയി കൂടെ നിന്നാ നമുക്കെല്ലാവർക്കും എനിക്കറിഞ്ഞോളാം, സോറി, കൂടെ നിന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് മറക്കോട്ടെ കേട്ടോ. ക്യാമറമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത അരവിന്ദ്. താങ്ക് യു.